പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന് താൽക്കാലിക ആശ്വാസമായി നിലനിൽക്കുന്ന വെടിനിർത്തൽ പൂർണ്ണമായി തകരുന്നതായും ഇറാനെതിരെ മറ്റൊരു ശക്തമായ സൈനിക നീക്കത്തിന് യുഎസും ഇസ്രായേലും സംയുക്തമായി ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ കഴിഞ്ഞ ദിവസം ടെലിഫോണിൽ ചർച്ച നടത്തിയിരുന്നു. ഇതിനുശേഷം പശ്ചിമേഷ്യ വീണ്ടും യുദ്ധത്തിലേക്കെന്ന ആശങ്ക പടരുകയാണ്. മാസങ്ങൾക്ക് മുൻപ് ആരംഭിച്ച യുദ്ധം അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ദീർഘകാല സമാധാന കരാറുകളോ ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ശാശ്വത പരിഹാരങ്ങളോ ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് വീണ്ടും ഒരു സൈനിക ആക്രമണത്തിന് ഒരുങ്ങുന്നത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന പേരിൽ യുഎസും ഇസ്രായേലും ഇറാനുമേൽ നടത്തിയ സംയുക്താക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി ട്രംപ് ഭരണകൂടം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഓപ്പറേഷൻ സ്ലഡ്ജ് ഹാമർ എന്ന പുതിയ കോഡുനാമത്തിൽ ഇറാനെതിരെ അതിശക്തമായ വ്യോമാക്രമണങ്ങൾക്ക് പെന്റഗൺ പദ്ധതിയിടുന്നതായാണ് പുറത്തുവരുന്ന രഹസ്യ വിവരങ്ങൾ. ഫെബ്രുവരി 28-ന് ഇരു രാജ്യങ്ങളും ഇറാനിൽ നടത്തിയ ആദ്യഘട്ട ആക്രമണങ്ങൾ ആഗോളതലത്തിൽ കടുത്ത ഊർജ്ജ പ്രതിസന്ധിക്കും ഇന്ധനവില വർധനവിനും കാരണമായിരുന്നു. ഇതിന്റെ തുടർച്ചയെന്നോണം രണ്ടാം ഘട്ട യുദ്ധം ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെട്ടേക്കാമെന്ന ഭീതിയിലാണ് ആഗോള സമൂഹം. യുഎസ് പ്രസിഡന്റുമായുള്ള അരമണിക്കൂറിലധികം നീണ്ട ചർച്ചയ്ക്ക് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ജെറുസലേമിലെ തന്റെ ഓഫീസിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെയും മന്ത്രിമാരുടെയും അടിയന്തര സുരക്ഷാ യോഗം വിളിച്ചു ചേർത്തു. ഇസ്രായേൽ മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് അനുസരിച്ച് വിദേശകാര്യമന്ത്രി ഗിദിയോൻ സാർ, പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്, ധനമന്ത്രി ബസാലെൽ സ്മോട്രിച്ച്, ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻ ഗീർ, ഷാസ് പാർട്ടി അധ്യക്ഷൻ അരിയദേരി തുടങ്ങിയ പ്രമുഖർ ചർച്ചയിൽ പങ്കെടുത്തു. ട്രംപുമായുള്ള ഫോൺ കോളിന് തൊട്ടു മുൻപ് നടന്ന പ്രതിവാര ക്യാബിനറ്റ് യോഗത്തിലും നെതന്യാഹു കടുത്ത ഭാഷയിലാണ് സംസാരിച്ചത്. ഇറാന്റെ കാര്യത്തിൽ നമ്മുടെ കണ്ണുകൾ എപ്പോഴും തുറന്നിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചൈന സന്ദർശനം കഴിഞ്ഞെത്തിയ ട്രംപിൽ നിന്നുള്ള നിർണായക വിവരങ്ങളും ചർച്ച ചെയ്തതായി നെതന്യാഹു സൂചിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ചൈനീസ് പര്യടനത്തിൽ നിന്നുള്ള വിലയിരുത്തലുകളും മറ്റ് പല കാര്യങ്ങളും ഞാൻ കേൾക്കാനിടയുണ്ടായി. നിലവിൽ ഒട്ടനവധി സാധ്യതകൾ മുന്നിലുണ്ട്. ഏത് സാഹചര്യത്തെയും നേരിടാൻ ഇസ്രായേൽ പൂർണ്ണ സജ്ജമാണ് എന്നാണ് നെതന്യാഹു പറഞ്ഞത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖേന ന്യൂസ്.